ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഇഡ്ഡലി ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അരി ഉഴുന്നും തലേദിവസം വെള്ളത്തിലിട്ട് അരച്ച് വെക്കുന്നതല്ലേ. ഇത് ഉഴുന്നും ഒന്നും ചേർക്കാതെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ഞാനൊരു വലിയ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇടിയപ്പത്തിന് എടുക്കുന്ന പൊടിയാണ്. ഇതിലേക്ക് പൊന്നിയരിയുടെ ഒരു 1/4 കപ്പ് ചോറൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വെള്ളച്ചോറ് തന്നെ ഇതിൽ ചേർക്കുമ്പോഴേക്കും നല്ല കളറാണ് കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഇഡലിക്ക്. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് അളവിലുള്ള ചൗവരി. അത് ഒരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ചൗവരിയാണ്. അതും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഒരു ബൗളിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്തത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. സ്പൂൺ കൊണ്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇത് ഞാൻ ആദ്യം 1 കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പൂടെ വെള്ളം എടുത്തതിന് ശേഷം അതിലെ 1/2 കപ്പൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ട് മൊത്തം 1/2 കപ്പ് അളവിലുള്ള വെള്ളം ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് പകുതി വീതം എടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കിത് അരച്ച് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് 2 പ്രാവശ്യമായിട്ട് ഇതുപോലെ നമുക്കത് അരച്ച് ഒരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്കിത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നോക്കാം. അതിനുശേഷം ആ ജാറ് നമുക്ക് കഴുകി ഒന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ മാവിരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അതും കൂടെ ചേർത്ത് ഞാൻ ഇതുപോലൊരു വിസ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഈ വിസ്ക് കൊണ്ട് ഒരു 3 മിനിറ്റോളം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കൈ കൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ ഈ വിസ്ക് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇളക്കിയെടുക്കുന്നത്. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്നുകൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് ഓവർനൈറ്റ് വെക്കാം. ഇത് ഞാൻ രാത്രി 7 മണിക്കാണ് ഞാനിത് ഇതുപോലെ തയ്യാറാക്കി വെക്കുന്നത്. ഇത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇത് തുറന്ന് നോക്കുമ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല ബബിൾസൊക്കെ വന്ന് ഇത് നല്ല സ്മൂത്തായിട്ട് ഈ മാവിരിക്കുന്ന കാണാം. ഇത് നമ്മളിനി സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന പോലെ ഇഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു സ്റ്റീമറിലാണ് വെക്കുന്നത്. 2 തട്ടിലാണിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 8 ഇഡലി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ട, ഇത് വെന്ത് വന്നപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് പൊങ്ങി നല്ല അടിപൊളി ഇഡലി ആയിട്ടുണ്ട്. കണ്ട, ഇതെന്ത് സ്മൂത്താണെന്ന് നോക്കിക്കേ. നമ്മൾ കൈ കൊണ്ട് ഒന്ന് ഞെക്കി നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്രത്തോളം നല്ലതാണെന്ന്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചമ്മന്തി കൂടെ അരച്ചിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.